പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. വാൽകഷണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കാൻ പോവുകയാണ്. അഴിമതിക്കെതിരെ സംസാരിച്ചുകൊണ്ടായിരുന്നു കെജ്രിവാളിൻ്റെ തുടക്കം. ഇപ്പോൾ അഴിമതി കേസുകൾ ജയിലിൽ കിടന്നു അദ്ദേഹം. ഇപ്പോൾ പുറത്തിറങ്ങി. ഇപ്പോഴുള്ള ഈ രാജി കൊണ്ട് കെജ്രിവാൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്താവും? കാണാം. എം അഫ്സൽ തയ്യാറാക്കിയ വാൽകഷണം. നിലവിലുള്ള ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉപയോഗിക്കുന്ന തന്ത്രമാണ് അഴിമതി ആരോപണം. അങ്ങനെ അഴിമതിക്കെതിരെ പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരാൾ അതേ ആരോപണത്തിൽ കുടുങ്ങിയാൽ എന്ത് ചെയ്യും? എന്ത് തന്ത്രം പ്രയോഗിച്ചാണ് വീണ്ടും അധികാരത്തിൽ കയറുക? അനന്തം പുറത്തിറങ്ങിയ പകരം ചോദിക്കുന്നുള്ള ഭയമാണോ? ആർക്കാ ഭയം? എനിക്കോ? അതൊക്കെ ഇച്ചായനേ ഉള്ളൂ. അല്ല വർക്കിച്ചേട്ടാ, ഉടനെ എങ്ങനെ അനന്തം മുതലാളി പുറത്തു വിട്ടുമോ? ആരാ മുതലാളി? അല്ല, മുതലാളി എന്ന് വെച്ചാൽ പഴയൊരു മുതലാളിയല്ലേ? അഴിമതി കേസിൽ അധികാരത്തിലിരിക്കുമ്പോൾ ജയിലിൽ കഴിഞ്ഞ ആദ്യ മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ. അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. जब तक चुनाव नहीं होते तब तक मेरी जगह आम आदमी पार्टी से कोई और मुख्यमंत्री बनेगा. നിന്റെ ഓഫർ തീർന്നു. ഇനി നിനക്ക് വേണേ ദോണ്ട് അവിടെ പോയി നിന്ന് കളി കാണാം. ഇപ്പോഴത്തെ ഈ രാജി സഹതാപം പിടിച്ചു പറ്റാനാണെന്നാണ് പലരുടെയും വിമർശനം. അധികാരമില്ലാത്ത സമയത്ത് അഴിമതിക്കെതിരെ സംസാരിക്കുന്നത് കേൾക്കാൻ ആള് കൂടും. സംസാരിക്കുന്നത് ഇതിനു മുൻപ് അധികാരത്തിലിരിക്കാത്തവരാണെങ്കിൽ ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യും. കാരണം അഴിമതി നടത്താൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ. നല്ല ചുറുചുറുക്കുള്ള ചെറുക്കനാ സാറേ, ശാന്തന, സൽസ്വഭാവിയ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ജനങ്ങളുടെ മുഖത്ത് നോക്കണമെങ്കിൽ ചിലതൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് അരവിന്ദ് കെജ്രിവാളിന് നന്നായി അറിയാം. जब तक चुनाव नहीं होते तब तक मेरी जगह आम आदमी पार्टी से कोई और मुख्यमंत्री बनेगा. ഇനി അടുത്തതാര്? സുനിത കെജ്രിവാളിന്റെ പേരാണ് കേൾക്കുന്നത്. അതെങ്ങനെ ശരിയാകും? അഴിമതിക്കെതിരെ മാത്രമല്ല, കൂട്ടത്തിൽ എരിവും പുളിക്കും വേണ്ടി രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചക്കെതിരെ കൂടെ സംസാരിച്ചയാളായിരുന്നു കെജ്രിവാൾ. എന്തൊരു കാരുണ്യ മായാവതി. കെജ്രിവാൾ പലർക്കും പാഠമാണ്. അഴിമതിക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അഴിമതി കേസിൽ ജയിലിൽ കിടക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ ജയിലിൽ കിടന്ന് രാജിവെക്കേണ്ടി വന്നാൽ നിങ്ങളുടെ ബന്ധുക്കളെ പകരം ഇറക്കാതിരിക്കുക. ഇനി ബന്ധുക്കളെ ഇറക്കിയേ തീരൂ എന്നുണ്ടെങ്കിൽ കുടുംബവാഴ്ചയെക്കുറിച്ച് മിണ്ടാതിരിക്കുക.